പാലക്കാട്ടും വയനാട്ടിലും UDF ലഭിച്ച തിളക്കമാർന്ന വിജയത്തെ തുടർന്ന് UDF ഇടമുളയ്ക്കൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. നടന്ന 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട്, വയനാട്, ചേലക്കര 3 ഉപതെരഞ്ഞെടുപ്പ് നടന്നതിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസ് പാർട്ടിക്കും വളരെ അഭിമാനിക്കാവുന്ന തരത്തിലുള്ള വിജയമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. വയനാടിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി ശ്രീമതി പ്രിയങ്ക ഗാന്ധി വൻ വിജയം നേടിയിരിക്കുന്നു. അതുപോലെ ഒട്ടേറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട്, ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട്, ഒട്ടേറെ അപവാദ പ്രചരണങ്ങൾ നേരിട്ടുകൊണ്ട് നടത്തിയ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉജ്ജ്വലമായ വിജയം കൈവരിച്ചിരിക്കുന്നു. ആ നിയോജക മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി ഏറ്റവും വലിയ ഉയർന്ന റെക്കോർഡോടുകൂടിയ വിജയം 11,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല തിളക്കമായ വിജയം നേടിയിരിക്കുന്നു. ചേലക്കരയും ചെറുപ്പുകളെയില്ല. ചേലക്കരയിൽ ഏതാണ്ട് 39,400 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്ന സ്ഥാനത്ത് വെറും 12,000 വോട്ടിന്റെ തിളക്കമറ്റ വിജയമാണ് അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത്. വോട്ട് ശതമാനം LDFന്റെയും BJPയുടെയും വളരെ ചെറിയ രീതിയിൽ കൊണ്ടുവരാനും തിളക്കമാർന്ന വിജയം കോൺഗ്രസിന് നേടിയെടുക്കാനും കഴിഞ്ഞു. പാലക്കാടിന്റെ കോട്ടയായിരുന്ന BJPയുടെ കോട്ടയായിരുന്ന പാലക്കാട് നഗരസഭ അതിർത്തിയിൽ പോലും, ആ മണ്ഡലത്തിൽ പോലും വലിയ വിജയം നേടിക്കൊണ്ട്, വലിയ മുന്നേറ്റം നേടിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടി അതിന്റെ ശക്തി തെളിയിച്ചിരിക്കുന്നു. ഇതിനി വരാൻ പോകുന്ന അസംബ്ലി, അതേപോലെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ ഒരു പൈലറ്റ് തെരഞ്ഞെടുപ്പായി ഞങ്ങൾ കാണുന്നു. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ അങ്ങോളമുള്ള എല്ലാ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരെയും UDF പ്രവർത്തകരെയും ത്രസിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല. ഈ വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇടമുളയ്ക്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.